മനുഷ്യന് ഒരുപാട് ശീലങ്ങളുണ്ട്. അതിൽ നല്ല ശീലങ്ങളുമുണ്ട്, ദുശ്ശീലങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളിലെ ദുശ്ശീലങ്ങൾ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ പിന്നോട്ട് നയിക്കുന്ന നിങ്ങളുടെ ദുശ്ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ദുശ്ശീലങ്ങളെ കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന 5 പ്രധാനപ്പെട്ട ശീലങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. 1. സമയം പാഴാക്കുന്ന ശീലം. അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ ഇടപെട്ട് നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കാറുണ്ട്. അതേപോലെ പ്രോക്രാസ്റ്റിനേഷൻ, മാറ്റിവെക്കുക. എന്ത് കാര്യങ്ങളും ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ എന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കുന്ന ശീലം നമ്മുടെ സമയം പാഴാക്കാറുണ്ട്. നമ്മുടെ സമയം പാഴാക്കുന്ന മറ്റൊരു ശീലമാണ് യാതൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളുമില്ലാതെ ടിവിയിലെ സീരിയലും മറ്റും കാണുക, ബിഞ്ച് വാച്ചിങ്ങും ഒക്കെ നമ്മുടെ സമയം പാഴാക്കുന്ന, നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ അത് നന്നായിരിക്കും. ആ സമയങ്ങളിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനോ ശീലിക്കുക. 2. അനാരോഗ്യകരമായ ജീവിതശൈലി. അനാരോഗ്യകരമായ ജീവിതശൈലി നമ്മുടെ സമയം പാഴാക്കി കളയുന്നുണ്ട്. ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുക, അത് പല അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതേപോലെ അസന്തുലിതമായ ഭക്ഷണശൈലി, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ്. അതേപോലെ വ്യായാമം ചെയ്യാതിരിക്കുക. വ്യായാമം നമ്മുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും വളരെ ഗുണകരമായ ഒന്നാണ് എക്സസൈസ്. എക്സസൈസിന്റെ അഭാവം നമ്മുടെ ആരോഗ്യത്തെ മോശമായി തന്നെ ബാധിക്കുന്നുണ്ട്. 3. മാനസികമായി ബാധിക്കുന്ന ചില ശീലങ്ങളുണ്ട്. നെഗറ്റീവ് ചിന്തകൾ. അനാവശ്യമായി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുകയും അതുവഴി ആങ്സൈറ്റിയും സ്ട്രെസ്സും ഉണ്ടാവുകയും അനാവശ്യമായ ആശങ്കകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അത് നമ്മുടെ മനസ്സിനെ ദോഷകരമായി ബാധിക്കുകയും പിന്നീട് അത് ശാരീരികമായ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു. 4. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില ശീലങ്ങൾ. അനാവശ്യമായി ഷോപ്പിംഗ് ചെയ്യുക, ആവശ്യത്തിൽ കൂടുതൽ തവണ പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുക, കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ ചെലവഴിക്കുക. നമുക്കൊരു നിശ്ചിത വരുമാനമാണ് കിട്ടുന്നതെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കടം വാങ്ങിയുമൊക്കെ പണം ചെലവഴിക്കുന്ന രീതി. എല്ലാ മാസവും, അതല്ലെങ്കിൽ എല്ലാ ദിവസവും, കൂലിപ്പണിക്കാരാണെങ്കിൽ എല്ലാ ദിവസവും, മാസ വരുമാനക്കാരാണെങ്കിൽ ഓരോ മാസവും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ശീലം ഇല്ലാതിരിക്കുക. അത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്താണെങ്കിലോ എന്തെങ്കിലും ഫംഗ്ഷനുകൾ വരുന്ന സമയത്താണെങ്കിലോ നമുക്ക് ചെലവഴിക്കാൻ പൈസ ഇല്ലാതെ വരും. അത് നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. 5. വളരെ പ്രധാനപ്പെട്ട ഒരു ശീലമാണ് മനുഷ്യന്റെ വ്യക്തിപരമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ശീലങ്ങൾ. അതില് പുതുതായിട്ടൊന്നും പഠിക്കാതിരിക്കുക, എന്തെങ്കിലും വിജയങ്ങൾ, സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ അവഗണിക്കുക, അതിനെ കാര്യമാക്കാതിരിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ ഭയപ്പെടുക, അഭിപ്രായം പറയാൻ മടിക്കുക, മദ്യപാനം, പുകവലി ഉപയോഗം, ഇതെല്ലാം മനുഷ്യന്റെ വ്യക്തിപരമായ വളർച്ചയെ ബാധിക്കുന്ന ശീലം. ഈ 5 ശീലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായിട്ടുള്ള ശീലങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി അതിനെ മാറ്റുകയും പകരം നല്ല ശീലങ്ങൾ അവിടെ ആഡ് ചെയ്യുകയും ചെയ്യുക. അതുമൂലം നിങ്ങളുടെ ജീവിതത്തിലെ ദോഷകരമായ ശീലങ്ങളെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ടേക്ക് കെയർ.